ഞാനിവിടെ നല്ലൊരു ബ്യൂട്ടി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അരി മാവുണ്ടല്ലോ, പുളിച്ച മാവ്, അതാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരച്ച് വയ്ക്കുന്ന മാവാണ്. അതിൽ നിന്നൊരു 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കറ്റാർവാഴയുടെ തണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം പപ്പായയുടെ ഒരു കഷ്ണമാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബ്രൂ കാപ്പി ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന കാരണമാണ് കേട്ടോ കട്ടായത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഖം എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുഖം നല്ല പോലെ കഴുകി ക്ലീൻ ആക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നീറ്റൽ വരും, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിൽ പഞ്ചസാര ഇട്ടത് കൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ആദ്യം മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ചിലവില്ല. നമ്മളെ വീട്ടിൽ എന്തായാലും ഇടയ്ക്കൊക്കെ ദോശമാവൊക്കെ ഉണ്ടാക്കുമല്ലോ, അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഇത് നല്ല പോലെ ആദ്യം തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കേട്ടോ. ഞാൻ കയ്യുമ്മ കാണിച്ചു തരാം. ഇതിങ്ങനെ നല്ല പോലെ എത്രമാത്രം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നോ അത്രമാത്രം നല്ല ഫിനിഷ് ആവും കേട്ടോ. നമ്മളുടെ കഴുത്തിലാണെങ്കിലും ചുണ്ടിൽ, കണ്ണിൻ്റെ തടത്തിൽ, അവിടെ ഒക്കെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റിസൾട്ട് ഉറപ്പാണ്. നല്ല മുഖം നല്ല റോസ് കളറാവും കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് 100% റിസൾട്ട് കിട്ടിയ ഒന്നാണ് പാക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇത്രയും ഉറപ്പ് പറയുന്നത്. നമ്മൾ മസാജ് എത്രയും ചെയ്യുന്നു അത്രയും ആണ് നമ്മുടെ ആ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്ത് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു കഷ്ണം കറ്റാർവാഴ എടുക്കാം. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ഇത് മതിയല്ലോ. ഇതാണ് നാച്ചുറലായിട്ടുള്ള ജെല്ല്. ഇത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്ര പോലെ ഒരു ചെറിയ കഷ്ണമൊക്കെ മതി. ഇതിനായിട്ട് ഒരുപാടൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചൊന്നും വെക്കേണ്ട. ചെറിയൊരു കഷ്ണമൊക്കെ മതി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാം. ഞാൻ ഒരു എണ്ണം മുറിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ ദിവസം ഉപയോഗിക്കും. ഇതുപോലെ ഒരു ഇത്തരം പോലെ കഷ്ണമൊക്കെ അല്ലേ വേണ്ടു. നല്ല പോലൊക്കെ ഇങ്ങനെ അരിയിച്ചെടുക്കാം. ടീസ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ജെല്ലായിട്ട് ഇങ്ങനെ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ഇതിലോട്ട് തക്കാളി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മാവ് നല്ല സ്ക്രബിങ് മാവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തക്കാളി കൊണ്ട് സ്ക്രബ് ചെയ്യാൻ. അല്ലെങ്കിൽ തക്കാളിയും പഞ്ചസാരയും കൂടി ആയിട്ട് ഇത് സ്ക്രബ് ചെയ്താലും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം നല്ല പപ്പായ, ഇത് വീട്ടിലൊക്കെ ഉള്ള പപ്പായാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇതാണ്. ഒന്നുമില്ലാതെ തന്നെ ഈ പപ്പായ മാത്രം പറ്റിയാൽ മതി കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം ഈ പപ്പായ ഇട്ട ഫേഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ ഞാൻ വീഡിയോ പിടിക്കും. ഞാൻ വെറുതെ പപ്പായ കഴിക്കുമ്പോഴൊക്കെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വെറുതെ മുഖത്ത് പറ്റും. പിന്നെ ഒരു കഷ്ണം കോഫിയാണ് കേട്ടോ, അത് ഒട്ടിപ്പിടിച്ച കാരണമാണ്. ഇനി നല്ല പോലെ നമുക്കിത് മിക്സ് ആക്കാം കേട്ടോ. പപ്പായയുടെ നീരും ഇതിലിപ്പോൾ ഇനി ക്യാരറ്റോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഫ്രൂട്ട്സുകൾ മറ്റുള്ള ഫ്രൂട്ട്സും ഇതിൽ ആഡാക്കാം കേട്ടോ നമുക്ക്. അല്ലാണ്ട് ഇപ്പോൾ ഇത് മാത്രമായിട്ട് തന്നെ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലേശം എടുത്തിട്ട് ഒത്തിരി പൾപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ കുളിക്കാനായിട്ട് മുന്നാണ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമാണെങ്കിൽ നമുക്ക് മുഖത്ത് പറ്റി കൊടുക്കാം കേട്ടോ. കഴുത്തിലൊക്കെ ഒരു പ്രത്യേക ഒരു റിസൾട്ട് തന്നെ കിട്ടും. ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് അപ്പോഴത്തെ ആ ഒരു നല്ലൊരു റിസൾട്ട് അല്ലേ ബ്യൂട്ടി പാർലറിൽ പോയി കിട്ടുമ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പോകില്ല. പക്ഷേ നമ്മളിങ്ങനെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു 10, 15, 20 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചാലുണ്ടല്ലോ
നമ്മൾ വിചാരിച്ചതിനാട്ടിയും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കയ്യുമ്മ പറ്റിയതിപ്പോൾ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്, കണ്ട ഉണങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴുകുന്നില്ല. ഈ ഇതുപോലെ തന്നെ ഈ മുഖത്തും കയ്യുമ്മ ഞാനിങ്ങനെ പറ്റി കൊടുക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഖത്തും നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിട്ടിട്ട് ആദ്യം നമ്മൾ മാവ് മാത്രമല്ലേ തേച്ചിട്ട് മസാജ് ചെയ്തത്. ഇനി നമുക്ക് ഈ പൾപ്പുകളും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിട്ടാ. നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ്. വെറുതെ പറയുന്നതല്ല, ഞാൻ ചെയ്യുന്ന ഒരാളാണ്. കണ്ടിന്യൂ ആയിട്ടൊക്കെ എനിക്കിതുപോലെ പപ്പായൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തോറ്റാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, ചിലപ്പോൾ ഭാഗം നോക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ചെയ്തതിനുള്ള റിസൾട്ട് നമ്മൾക്ക് അപ്പം കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കുന്നത് അതും നമ്മൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്താൽ അതൊരു ഉപകാരമാകുമല്ലോ. അത് വെച്ചിട്ടാണ് ഞാനത് ഇപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം മാവ് മാത്രമായിട്ട് ഞാൻ എപ്പോഴും മാവ് അരയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു പൊട്ടെടുക്കാനൊന്നുമില്ല. ആ പാത്രം ഇതിൻ്റെ ലേശം ഒരു ഭാഗം മതി. അത് പാത്രമൊക്കെ കഴുകാൻ പോകുമ്പോൾ കുളിക്കണ നേരത്ത് വെറുതെ പറ്റി ഞാൻ പണികൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തിരി സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ മുഖം നല്ല ക്ലീൻ ആവുകയും ചെയ്യും, നല്ല കളറും വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്ത് നല്ല പോലെ പറ്റിട്ട്, അപ്പോൾ ഒരുപാട് സമയമായി, ഒരു 10-20 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ കൈയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുഖവും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആകെ ഇതായിട്ടുണ്ട്, ഞാനിവിടെ ഇങ്ങനെ വെച്ചിരുന്നിട്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അത് ഇനി ഇളം ചൂടുവെള്ളത്തിൽ കഴുകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഐസും കട്ട ഉണ്ടല്ലോ, ഐസും കട്ട എടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് മസാജ് ചെയ്ത് ഒന്നും കൂടി വരെ ലൂസാക്കി മുഖം അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയാൽ മതി കേട്ടോ. അപ്പോഴും നല്ല പോലെ ഇതാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൈ കാണുന്നുണ്ടാവും. കൈ ആദ്യം ഉണ്ടായ കൈയും ഇപ്പോഴത്തെ ഒരു കയ്യിലൊരു മാറ്റം കണ്ട. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി യൂസ് ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ബാക്കി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ മക്കൾക്കും ആർക്കെങ്കിലും വീട്ടിൽ ആരെയുള്ളതെന്ന് വെച്ചാൽ അവർക്കും ആണെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ നമ്മളിത് കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് മുഖം നല്ല പോലെ കഴുകിയിട്ട് ഒന്ന് റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. റോസ് വാട്ടറും ഗ്ലിസറിൻ കൂടിയിട്ട് ഒന്ന് കയ്യിൽ കുറച്ച് എടുത്തിട്ട് മുഖത്തൊന്ന് പറ്റി കൊടുക്കാം കേട്ടോ, മോയ്സ്ചറൈസർ പോലെ. അപ്പോൾ ഇത് ഞാൻ കൈ നല്ല പോലെ കഴുകി വരട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കൈ നോക്ക് കണ്ട, കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഒരു ചുവപ്പും റോസൊക്കെ കളറാണ് കേട്ടോ. എന്താ വെച്ചാൽ അത് കളറുണ്ടെങ്കിലാണ് കേട്ടോ അതിങ്ങനെ അടുത്ത് പെട്ടെന്ന് അട്രാക്ഷനായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ തോന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം ഇപ്പോൾ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഇത് പറ്റുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. നിങ്ങൾ ഒരു കുറച്ച് സമയം ഒരു 20 മിനിറ്റ് ഒക്കെ നമ്മൾ കഴിയുമ്പോൾ മുഖത്ത് പറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് അതിൽ കൂടുതൽ പറ്റി വെക്കണമെങ്കിൽ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഐസും കട്ട ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയമൊക്കെ ഇടുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആകുമ്പോൾ മുഖത്ത് ചുളിവ് വരും. നമ്മളിങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഇതാവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പരമാവധി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ മക്കൾ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.